എന്നെ കഴിവു കെട്ടവനെന്നു വിളിച്ചു ചിരിച്ച പിറ ഉലകമേ നീ കേൾക്ക. ഈ ലൈഫ് എന്തിനാന്നു ചൊല്ലിയോരെല്ലാം എന്റെ കഥ വള്ളിയും പുള്ളിയും തെറ്റിക്കാതെ കാണുക. എന്താടി അണക്കടിട്ടറിഞ്ഞേ ചേച്ചിക്കറിയോ? അടിക്കച്ച പോട്ടെ വെക്കാം. നീ ചെവി കണ്ടോ? ചേച്ചിക്കറിയോ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് വെച്ചെന്ന് ചെവിയാ. ഓപ്പറേഷനോ? എന്തിന്? ഇതിന്റെ ഓട്ട വലുതാക്കാൻ. ഇതിന് ആവശ്യത്തിന് വലുപ്പുണ്ടല്ലോടാ. ചേച്ചി ഇതൊക്കെ ചേച്ചി കണ്ട കണ്ട കാട്ടിച്ചേക്കോണോക്ക് ഇതൊക്കെ നല്ലോണം ചോന്നുണ്ടല്ലോ. ചേച്ചി അടിക്കാണോ പോട്ടെ തട്ടി ആ പാവം ശ്രേയുടെ വള അടിച്ചു പൊട്ടിച്ച്. ആണോ ശ്രേയെ? ചേച്ചി കൈ മടിച്ചപ്പോ വളയമ്മ തട്ടി. ഇതാ ഞാൻ പറയുന്ന അടിക്കുമ്പോ കൈ വലിക്കരുതെന്ന്. ഇപ്പൊ മനസ്സിലായോ? ചേച്ചി ഞങ്ങളപ്പ തളപടിന്റെ അപ്പ. അതെന്താ അപ്പൊ അങ്ങനെ ചോദിച്ചു? ഞങ്ങളൊപ്പല്ലേ? ചേച്ചിക്ക് അറിയോ ഞാൻ 1 മണിക്കൂറാ മൂത്രം പിടിച്ചേ. എന്റെ കിഡ്നിക്ക് എന്തെങ്കിലും പറ്റിയെന്നെങ്കിലോ ചേച്ചി സമാനം പറയോ? ഞാൻ എന്റെ കിഡ്നി തരാടാ. ഇക്കൊന്നും വേണം ചേച്ചിന്റെ കിഡ്നി. ചേച്ചി ഞാൻ ആ മെഷീനെ തൊടാൻ പോയതാ, അപ്പോഴേക്കും എന്റെ കൈമൊന്ന് അടിച്ചു. സുപ്രൻ എവിടെ? ചേച്ചി പല സ്ഥലത്തും അടിയിട്ടുണ്ട്. ആ തള്ളപ്പിടിനെ മര്യാദ പറഞ്ഞോ, അല്ലെങ്കിൽ നാളെ ചോദിച്ചിട്ട് വരില്ല. എന്തപ്പോ ചെയ്യാ? ഞാൻ എന്തേലും പറഞ്ഞ അമ്മയ്ക്ക് സങ്കടാവും. ഒരു നല്ല ചെങ്ങായിമാരാണേ. ഞാൻ ആരാന്ന് എനിക്ക് കാണിച്ചു തരാം. എന്ത് കാണിക്കാനാടി? അവള് എന്നെ പഠിപ്പിക്കാൻ വരിക. എന്റെ ആങ്ങളേത് കെട്ടിപ്പിടിച്ചിരുന്നോടെ കെട്ടിപ്പിടിച്ചിരുന്നോ. നന്റെ ഭർത്താവ് അവളേറ്റ് മുന്നേ അവനെ വിജി എങ്ങോട്ടൊന്ന് വാടി. അവിടെ അത് ഗംഭീര അടി നടക്കണ്. ഒന്ന് വന്നോക്ക്. എന്താ തല്ല്? ഞാനേ ബോംബെന്ന് ഇത് മേടിക്കാൻ വേണ്ടി വന്നതാ. ഞാനില്ല ബോംബെ സുനിത, ബോംബെ സുനിത. എനിക്ക് അറിയില്ല നിനക്കെന്നെ. പുത്തന്തറിയാ തോന്നുന്നു. അതിന് സരിതി മോശമൊന്നുമില്ല. നിന്നെ കൊല്ലും ഞാന്. കൊന്നാലും എനിക്ക് സ്ഥലം കിട്ടിയ. എന്താ അമ്മ പ്രശ്നം? ഓൾക്കേ നമ്മളെ സ്ഥലത്ത് നിന്ന് 2 സെന്റ് സ്ഥലം വേണത്രേ. അത് ഓസിക്ക് കൊടുക്കാൻ നിക്കല്ലേ. അത്യാവശ്യം ആളുകളൊക്കെ ഞാൻ കല്ലെടുത്ത് ഇറങ്ങി. പോടി കൊടുത്ത് ചലിക്കാതെ ഓസിക്ക് സ്ഥലം മേടിക്കാൻ നടക്കും. നിങ്ങൾ എന്തെങ്കിലും കേട്ടാ? കേട്ടിട്ടില്ല. എന്നാ ചെവിന്ന് കൈ മാറ്റിക്കോ. ഇപ്പൊ എല്ലാവർക്കും സമാധാനായില്ലേ? അമ്മായി പോയി. ഓള് പോയി എന്റെ കയ്യരിയാത്തേനെ. ചലക്കാണ്ട് നടക്കണുണ്ട് തൊള്ള. പഠിച്ചെടക്ക് ആവശ്യം വരും. ഭർത്താവിനോടൊക്കെ പറയാം. ഇത്ര പറഞ്ഞു തരുന്നു വേണ്ട. എനിക്കറിയാം എന്റെ ഭർത്താവിനെ എന്താ വിളിക്കണ്ടേ. എന്റെ അവിടുന്ന് എനിക്കറിയാം പോവാ. ഞാൻ പോവാൻ വന്നേ. നിങ്ങൾ അവിടെ തന്നെ ഉത്തിരുന്നോളി. നിങ്ങള് പോണില്ലേ? എനിക്ക് കുറച്ച് മല്ലിച്ചപ്പ് വേണോ? അവിടെ ഇരിക്കണ്ട്. സുപ്ര നാളെ മറക്കണ്ടാട്ടാ. ആലോചിക്കട്ടെ. ഇനിയിപ്പോ അത് തീർക്കുനിപ്പോ ഞാൻ എടുത്തരാം. ഫസ്റ്റ് ഡെപ്പോസിറ്റ്. ചെക്കന്മാരോട് നോക്കണ്ട കേട്ടോ. ഞാൻ നോക്കൂല. എന്തൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചേ ഒന്നുമില്ല. കുറച്ച് ദിവസങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ട് എല്ലാം ആയി ചോദിച്ചാരാ. എടാ ശുക്രനോട് കളി വേണ്ട. അണ്ടാളൊക്കെ ട്യൂഷൻ ക്ലാസ് ഇവിടെ വേണ്ട. അയ്യോ ശ്രേയ ഇവരെന്ത് ചോദിച്ചു? ഓൻകുള്ള ഇഷ്ടാണ്. രസല്ലേ ഉണക്കായ ഇഷ്ടത്തില് ഇഷ്ടല്ല. എടാ ശുക്കൂർ ഇങ്ങോട്ട് വന്നാ നീ മേലി മഴമെന്ന് ശുശു പറഞ്ഞ ആശാണ്ടല്ലോ സുധി. ഓനോട് പറഞ്ഞേക്ക്. ഒന്നുകൊണ്ട് വാടാ വാടാ. ഇതിന്റെ മൂലക്കൽ അടിക്ക്. ഇവിടെ ഇവിടെ നശിപ്പിച്ച്. എടാ ഇവിടെ അടിക്കാനല്ലേ പറഞ്ഞേ. എനിക്കതൊക്കെ അടിക്കാറിയോ? പിന്നെ അടിക്കാറിയാതെ ഇതിന്റെ മേലക്കൂ. ഞാൻ എൻ്റെ അമ്മയുടെ ചുരിദാർ വരെ അടിക്കും. ചുരിദാർക്ക് അടിക്കാറിയോ? അടിക്കില്ല, ചെറുതായി ടൈറ്റ് ആക്കും. എടി ഇനി പ്ലാൻ എന്താണെന്ന് അറിയോ? ഞാൻ അടിച്ചടിച്ച് ഒരു ബോട്ടൊക്കെ അങ്ങോട്ട് തുറന്നു. എന്താ സാധനം? അത് ഇതൊക്കെ തന്നെ. എന്ത്? ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നല്ലേ അടിക്കണേ. അവിടെ 100-100 ആൾക്കാരുണ്ടാവും. പിന്നെ അതാണ് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ചെറിയ കുട്ടിയല്ലേ. അടിച്ചടിച്ച് ഇവിടെ തന്നെ ഇരിക്കാതിരുന്നാ മതി. അങ്ങനല്ല ഒന്നും ഉണ്ടാക്കടി.
പാവട്ടെ നിങ്ങൾ എന്താ കളിക്കണേ? ഐ അമ്മ അവിടെ ഇല്ലാന്നുണ്ടല്ലോ. വിഷയമ കയറി അമ്മല്ലെങ്കിലും എന്നെ അടിക്കാൻ സമ്മതിക്കൂട്ടാ. ഇവളെ ചുപ്പായിനിക്കല്ലേ എടി എന്റെ പാവാടർ മൂട് കയറിയുണ്ട്. അയ്യേ ദേവിന്റെ പാവാടന്റെ മൂട്. സുപ്ര ഞാൻ പറഞ്ഞിട്ടണക്ക് ഒന്നും മിണ്ടാണ്ട് പോയി തരൂ. കുൽസോ ഇജ്ജ് കാണണേരുന്ന്. ഷുക്കൂർ ചാടി ഒറ്റ വെട്ടല് ഓന്റെ കിളി പോയി. ഓ തടുത്തുള്ളു എന്നെ സത്യമായിട്ടു വാവുട്ടി അത് വരുന്നു. ഓളോട് ചോദിച്ചു നോക്ക് എന്താണ് പ്രശ്നം. എടി ചാടി അടിച്ചോ? ഷുക്കൂറല്ലേ? ആ എന്തേ ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്നെ സത്യട്ടെ. ഷുക്കൂർ അടിച്ചേ സത്യം. അടിച്ചു പറഞ്ഞിട്ടല്ല, ചാടി അടിച്ചു കൊണ്ട്. ഷുക്കൂർ ചാടി അടിച്ച് അസത്യം. ആ സത്യം സത്യം അസത്യം പറഞ്ഞ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. എന്നാ ജോളെ തലൊട്ടെത്തിയിട്. താഴെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. തല അങ്ങോട്ട് കൊടുത്ത അവളെ വല്ലാത്തൊരു തലവേന 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 ഉഫ് കളിക്കണ്ടേ തല കൊടുത്താ. ഷുക്കൂർ ചാടി അടിച്ച് അമ്മയാണ്, അമൃതേച്ചിയാണ്, വാവുട്ടിയാണ്. അസത്യം. അസത്യാണ്. അതെ ഷുക്കൂർ ഇപ്പൊ വരും. വേണമെങ്കിൽ നിങ്ങളെ ഓനോട് പോയി ചോദിച്ചോക്ക്. നിന്റെ തലയിലാരോട് സത്യമായിട്ട് കളി. സത്യൊക്കെ തുറച്ചു കളയട്ടെ. ഉഫ് ഇവിടെ ഉണ്ടടി സത്യം. ഇവിടെ അപ്പൊ പെണ്ണുങ്ങൾക്ക് എന്തിന്റെ കേടാണ്? എൻ്റെ അടുത്ത് ഇനി ബബിൾ കണ്ടോ? ഇന്ത്യയിലാകെ ഒന്നുള്ളൂ. ഇതെല്ലാം കണ്ടിട്ടുള്ളൂ. ഇതുണ്ടോ? ഇതാണ് നിന്റെ ഉന്നപ്പേന. ഇതിനിട്ട് വിട്ടാണെങ്കിൽ വായോ. എന്താടാ ബബിൾ ഗം പിടിക്കാൻ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഒന്നെങ്കിൽ കൊടലി ഒട്ടി പിടിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പബ്ലിക് കമറുണ്ടാവും. പോടാ. എനിക്ക് വിശ്വാസമില്ല. ഡി ദേവിയെ ഇങ്ങോട്ട് വന്നേ. എൻ്റെ അമ്മായിയുടെ മോൻ പുളിങ്ങാക്കുരു ഒഴുങ്ങിയ കഥ ഒന്ന് പറഞ്ഞോടത്തെ. ചുപ്പളങ്കുരു ഒടുങ്ങിയാ കുരുവല്ലേ ബബിൾ ഗം? മോനെ ബബ്ലിക്കാരുണ്ടാവും എന്റെ വയറ്റില്. എന്നിട്ട് എന്റെ മുഖക്കൂടും ചെവിക്കൂടെ ഒക്കെ എന്റെ ചില്ലും കൊമ്പൊക്കെ വരും. എന്റെ അമ്മായിരെ മോല്ലേ പുളിങ്കുരു എന്നിട്ട് പുളിമരം ഉണ്ടായി. എന്നിട്ട് എന്റെ അമ്മായി എപ്പോഴും കറി വെക്കല ആ പുളിന്നാണ്. എന്ത് ടേസ്റ്റാന്നറിയാ കറി. എനിക്കിഞ്ഞ് പൈസ കൊടുക്കാണ്ട് പബ്ലിക്ക വാങ്ങാലോ. ഇടക്കൊക്കെ പൊട്ടിക്കാൻ തന്നെട്ടാ. തമാശ കളിക്കാണ്ട് രക്ഷിക്കട സുപ്ര. നിനക്ക് പബ്ലിക്ക വാങ്ങി തരുമോ? ആ സുപ്ര ഞാൻ പോയിട്ടാ ജോനെ രക്ഷിക്കും. അങ്ങനല്ല ഇങ്ങോട്ട് ഇറങ്ങി അവിടെ നാക്ക് നല്ല ഉറക്കനാക്ക് ഉറക്കനെ. സുധിയേട്ടാ നമ്മളെ ചെക്കന്മാരോട് ശിവന്റെ മോന്തം നോക്കിയേ. എടാ സുക്കൂറെ വല്ലാത്ത അടിയെ പോലെടാ അടിച്ചത്. ഇതിന് തിരിച്ചടിച്ചിട്ടേ പോളി. രാമേട്ടനെ വന്നവരാണ്. ആ ഈ രാമേട്ടനെ പണ്ട് ഈ സുക്കൂറിന്റെ വാപ്പ പിടിച്ചൊന്ന് കുറഞ്ഞതാ. അതിന് തിരിച്ചടിക്കും. ആ ശരി. ഇതുപോലൊരെണ്ണം കൊടുത്തില്ലെങ്കിലേ ഞങ്ങളാരും അടങ്ങൂല. അങ്ങനെ പറയലടാ. എന്താടങ്ങാ എന്നെ അടിച്ചോനെ തിരിച്ചടിച്ചിട്ട് തന്നെ പോവുള്ളൂ. ഡാ ഒന്ന് ഒതുങ്ങടാ. ഒതുങ്ങടാ നീ അല്ല. ആമാ എനിക്ക് തിരക്കില്ല. അല്ല പറഞ്ഞോ. എന്നാ ഒന്ന് കടയിൽ പോയിട്ട് വരാം. അതാ വരുന്നു. ആ മക്കളെ ഒന്ന് ഒതുങ്ങടാ. തീരുമാനാക്കിയാ പോരെ. സുധീട്ടനാ നിൽക്കുന്നത് കേട്ടാ. മനസ്സിലായേ? സെറ്റ് ആക്കിയിരിക്കുന്നു. ഓക്കെ സെറ്റ്. ഓക്കെ ഇയാളേതാ വേണ്ട. ഈ പറഞ്ഞ ശുക്കൂറുണ്ടല്ലോ എന്റെ കൂടെ പഠിക്കണേ. അതിനുള്ള കൂടി കൂട്ടിച്ചേർത്ത് കൊടുക്കാൻ നടക്ക്. ആശാനെ അടിക്കുമ്പോ എന്റെ മൂക്കന്നെ അടിച്ചു വരുത്തിക്കോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ ബാക്കിൽ നിന്നാ മതി. പബ്ലിക്കം പുറത്തെടുക്കുമ്പോ ഇത്തിരി വേനൊക്കെ ഉണ്ടാവും. അതൊന്നല്ല ഇതിനെ വേണച്ചടിച്ച നല്ല വേനായിട്ട്. എനിക്കിനെ അടിക്കണോ? അടിക്കണം. എന്നാ മൂക്കൊടറാ. ധൈര്യം ഉണ്ടെ മൂക്കൊടറാ. സുപ്ര വേണ്ട ജി. ഇവിടെ എന്തായാലും അടിപൊട്ടും. ജീവൻ വേണ്ടവര് എൻ്റെ ടീമിൽ നിന്നോ. എൻ്റെ ടീമിൽ ആരുമില്ലേ? ആ കുൽസുണ്ടല്ലേ. തൊടറാ മൂക്കൊടറാ. മൂക്ക് തൊടടാ. ഓൻ ആരാന്നോ എന്റെ വിചാരം. അതന്നെ ധൈര്യം നീ തൊടടാ. തൊട്ടില്ലേ കഴിഞ്ഞില്ലേ വാ. കഴിഞ്ഞോ? എടാ എന്റെ മൂക്കോട്ട് പോ അടിക്കടാ. എടാ എന്റെ സ്ലോ മോഷൻ നിർത്തി പോ അടിക്കടാ. ഞാനടാ തല്ലേ. ജിന്റെ ടീമല്ലേ? വാ വാ. ഞാൻ പറയാം
എല്ലാവർക്കും അടിയിട്ടിക്കണ് എനിക്കും അടിക്കണം ഇതിന്റെ കാര്യം സമാധാനം പറയൂ നോക്ക് നമ്മളെല്ലാരും ഒപ്പം പഠിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ തല്ലിടാൻ പാടുവോ? കൈ കൊടുത്താ കൈ എടുക്ക്. ചേച്ചിന്റെ ഇവിടെ കേറ്. പോടാ പോടാ പേരെ പോടാ. എടാ ഞങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടിച്ചിട്ട് പോവുള്ളൂ. ആൺകുട്ടികൾക്ക് വാടാ വാടാ ഇല്ല നമ്മള് സ്കൂളത്തെ ടീമാണ്. ആ കണ്ട് സ്കൂളില് നമ്മളേക്കന്മാരാ തൊട്ടാ പിന്നെ നോക്കിക്കണോ? ആ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. കടകം കടകത്തിലൊഴിവ് ഭരണിയിലൊഴിവ് പിന്നെ ശുക്കൂറും